ഹരേ കൃഷ്ണ. ബാലി കിഷ്കിന്ധയിലെ രാജാവായ കഥയാണ് ഞാനിവിടെ പറയുന്നത്. ദേവേന്ദ്രൻ്റെ പുത്രൻ ബാലിയും സൂര്യൻ്റെ പുത്രൻ സുഗ്രീവനും ഇന്ദ്രൻ്റെ അനുഗ്രഹം ലഭിച്ച ആ വാനരക്കുട്ടികൾ കാട്ടിൽ കയറി ഫലങ്ങൾ ഭക്ഷിച്ച് കളിച്ച് രസിച്ച് നടക്കുകയും ചെയ്തു. അക്കാലത്ത് കിഷ്കിന്ധ തലസ്ഥാനമാക്കി കാട് ഭരിച്ചിരുന്നത് ഋക്ഷരജസ് എന്ന വാനര രാജാവായിരുന്നു. ഋക്ഷരജസിന് വാർദ്ധക്യമെന്ന് ഭവിച്ചിട്ടും മക്കൾ ഉണ്ടായിരുന്നില്ല. ഇനി എന്തു ചെയ്യും? തൻ്റെ കാലശേഷം ആര് രാജ്യം ഭരിക്കും എന്നോർത്ത് ഋക്ഷരജസ് ദുഃഖിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ദേവേന്ദ്രൻ്റെ അടുക്കൽ പരാക്രമശാലികളായ 2 വാനര ബാലന്മാർ വളർന്നു വരുന്നുവെന്ന സത്യം അയാൾ അറിഞ്ഞത്. അവരെ തന്നെ ദത്തെടുത്താലോ എന്നു ഋഷരജസ് രാജാവ് ആലോചിച്ചു. പിന്നീട് നേരെ ദേവേന്ദ്രൻ്റെ അടുക്കലെത്തി ഇംഗിതം അറിയിച്ചു. അനപത്യതയിൽ ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന ഋഷരജസിന് മക്കളായി വാനരന്മാരായി പോയ ബാലസുഗ്രീവന്മാരെ നൽകാമെന്ന് ഇന്ദ്രൻ കരുതി. 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി വളർത്തിക്കൊള്ളുവാൻ ദേവേന്ദ്രൻ സമ്മതം നൽകി. അങ്ങനെ ഇന്ദ്രപുത്രനും മൂത്തവനുമായ ബാലിയും അനുജനും സൂര്യപുത്രനുമായ സുഗ്രീവനും കിഷ്കിന്ധയിൽ എത്തിച്ചേർന്നു. പിരിയാത്ത ഇണകളായി അവർ അവിടെ വളർന്നു. അവർ യൗവനയുക്തരായി, സർവകലാവല്ലഭരായി. ഋഷരജസിൻ്റെ മരണശേഷം ബാലി രാജാവായി. 4 മന്ത്രിമാരുമൊത്ത് രാജ്യം ഭരിച്ചു വന്നു. 30 മുക്കോടി ദേവന്മാരും 66 കോടി അസുരന്മാരും കൂടി മന്ദരപർവ്വതത്തെ മത്തും വാസുകി എന്ന സർപ്പരാജനെ കയറുമാക്കിക്കൊണ്ട് പാലാഴി കടഞ്ഞു എന്ന് കേട്ടപ്പോൾ അത് കാണാനായി ബാലിയും സുഗ്രീവനും 4 മന്ത്രിമാരും 4 ലക്ഷം വാനരന്മാരോടും ഒപ്പം പാലാഴിയുടെ തീരത്തെത്തി. ദേവാസുരന്മാർ ക്ഷീണിച്ചിരിപ്പായപ്പോൾ ബാലി അവരെ മാറ്റിയിട്ട് ഒറ്റയ്ക്ക് ചെന്ന് പാമ്പിൻ്റെ വാലും തലയും പിടിച്ചു വലിച്ചു. മന്ദരപർവ്വതം പമ്പരം പോലെ കറങ്ങാൻ തുടങ്ങി. മകൻ്റെ പരാക്രമം കണ്ട് ദേവേന്ദ്രൻ സന്തോഷിച്ചു. ഈ സമയത്ത് പാൽക്കടലിൽ നിന്നും പല പദാർത്ഥങ്ങളും പൊങ്ങി വന്നു. അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു താര എന്ന കന്യകാരത്നം. അവളെ ബാലി കൈപിടിച്ച് കരയേറ്റുകയും പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു. സുഗ്രീവൻ രുമ എന്ന വാനര സ്ത്രീയെയും വെട്ടു. ഹരേ കൃഷ്ണ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.